ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ബൈബിളിലെ യേശുവും ഖുറാനിലെ ഈസാ നബിയും ഇവർ രണ്ടുപേരും ഒരാളാണോ അതല്ല രണ്ടുപേരാണോ എന്നതിനെക്കുറിച്ച് ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ചർച്ച നടക്കുന്നുണ്ട്. നമ്മൾ ഈശോയെ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ട് 5 കാര്യങ്ങളാണ് അല്ലെങ്കിൽ 5 ഭാഗങ്ങളായിട്ടാണ് ഈശോയുടെ ജീവിതത്തെ നമുക്ക് വേർതിരിക്കാൻ സാധിക്കുക. ഒന്നാമത് യേശുവിൻ്റെ ജനനം, രണ്ടാമതായിട്ട് പരസ്യ ജീവിതം, മൂന്നാമതായിട്ട് പീഡാസഹന കുരിശുമരണ ഉദ്ധാനം, നാലാമതായിട്ട് സ്വർഗാരോഹണവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും, അഞ്ചാമതായിട്ട് ഈശോയുടെ രണ്ടാം ആഗമനം. ഇങ്ങനെയാണ് പൊതുവെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഈശോയുടെ ജീവിതത്തെ നമുക്ക് വേർതിരിക്കാൻ സാധിക്കുക. ഇനി ഇതേ കാര്യങ്ങൾ നമ്മൾ ഈസാ നബിയിൽ അല്ലെങ്കിൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസാ നബിയിൽ വെച്ച് നോക്കുമ്പോൾ അത് തമ്മിൽ സാമ്യമുണ്ടോ അതേസമയം വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുക. ഒന്നാമതായിട്ട് ഈസാ നബിയുടെ ജനനം എങ്ങനെയാണ്, ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസാ നബിയുടെ ജനനം എങ്ങനെയാണ്. അതിനു മുമ്പ് ഖുറാനെക്കുറിച്ചൊരു വാക്ക്. 114 അധ്യായങ്ങളിലായി 6236 വാക്യങ്ങളുള്ള ഖുറാനിൽ ഈസാ നബിയുടെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഈസാ നബിയുടെ ജനനം പറയുക ഹാറൂനിൻ്റെ സഹോദരിയായ മറിയത്തിൻ്റെ മകനായിട്ടാണ്. ഖുറാൻ്റെ 19-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. ഹാറൂൻ അല്ലെങ്കിൽ അഹറോൻ്റെ സഹോദരിയായ മറിയം. ഈ അഹറോൻ്റെ സഹോദരിയായ മറിയം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പുറപ്പാട് പുസ്തകത്തിലുള്ളതാണ്. മോശയുടെയും അഹറോൻ്റെയും അവരുടെ സഹോദരിയായ മറിയമിൻ്റെയും എല്ലാം നേതൃത്വത്തിലാണ് ഇവർ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ നാട്ടിലേക്ക് പോവുക. എന്നാൽ ആ മറിയമല്ല ബൈബിളിൽ പറയുന്ന യേശുവിൻ്റെ അമ്മയായ മറിയം. അത് മോശയുടെ കാലഘട്ടത്തിന് 1200 വർഷങ്ങൾക്ക് ശേഷമാണ് യേശുവിൻ്റെ അമ്മയായ മറിയം വരിക. പക്ഷേ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസാ നബിയുടെ അമ്മ ഹാറൂൻ്റെ സഹോദരിയായ മറിയമാണ്. 19:28. വീണ്ടും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് യേശു ജനിച്ചത് ഒരു പുൽത്തൊഴുത്തിലാണ്, ബത്ലഹേമിൽ. എന്നാൽ ഖുറാനിൽ ഈസാ നബിയുടെ ജനനത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുക? ഈസാ നബിയുടെ ജനന സമയത്ത് യേശുവിൻ്റെ അമ്മയായ മറിയം ഒരു മരുഭൂമിയിൽ ഒരു ഈന്തപ്പനയുടെ ചുവട്ടിലിരിക്കുകയാണ്. അങ്ങനെ തൻ്റെ ഗർഭകാലത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ മറിയത്തിന് ഒത്തിരി വിശക്കുമ്പോൾ ഈ ഈന്തപ്പന മരം കുലുക്കി അതിൽ നിന്ന് ഈന്തപ്പഴം കഴിച്ചിട്ടാണ് മറിയം തൻ്റെ ഗർഭത്തിൻ്റെ അവസാന കാലഘട്ടം പൂർത്തിയാക്കിയത്. മറിയത്തിന് കുടിക്കാനായി ഒരു അരുവിയെ അവിടെ ഒഴുക്കി. അങ്ങനെ ഒരു ഈന്തപ്പന ചുവട്ടിലാണ് ഈസാ നബി ജനിക്കുക. അപ്പോൾ യേശു ജനിച്ചത് ബത്ലഹേമിൽ കാലിത്തൊഴുത്തിലാണെങ്കിൽ ഈസാ നബി ജനിക്കുക ഒരു മരുഭൂമിയിലെ ഒരു ഈന്തപ്പന ചുവട്ടിലാണ്. വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യേശു തൻ്റെ പരസ്യ ജീവിതം വരെ കുഞ്ഞായിരിക്കുമ്പോഴൊന്നും ഒരു അത്ഭുതവും അല്ലെങ്കിൽ പ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈസാ നബി അങ്ങനെയല്ല. ഖുറാനിൽ പറയുന്ന ഈസാ നബി ഈ മറിയത്തെ ചിലർ ഈ കന്യകയിൽ നിന്ന് ഈസാ നബി ജനിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ കുറ്റം പറയുമ്പോൾ ഈസാ നബി തൊട്ടിലിൽ കിടന്ന് പറയുകയാണ്, അവിടെയുള്ളവരോട് തൊട്ടിലിൽ കിടന്ന് പറയുകയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനാണ്, നീ കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് പറയുന്നതായിട്ടാണ് ഖുറാനിൽ പറയുക. 19-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം. വീണ്ടും ഈ കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുകയും നിങ്ങളെ നിസ്കാരം പഠിപ്പിക്കാനും സക്കാത്ത് നൽകാനുമെല്ലാം അവരെ ഉപദേശിക്കുകയും ചെയ്തു എന്നാണ് പറയുക. അപ്പോൾ നോക്കുക, യേശുവിൻ്റെ ജനനവും ഈസാ നബിയുടെ ജനനവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇനി രണ്ടാമതായിട്ട് യേശുവിൻ്റെ പരസ്യ ജീവിതം നമ്മൾ എടുക്കുക. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ യേശു അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. രോഗികളെ സുഖപ്പെടുത്തി, പിശാചുക്കളെ പുറത്താക്കി, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകി, അനേകരെ ജീവിപ്പിച്ചു, അന്ധർക്ക് സൗഖ്യം നൽകി, ബധിരരെ സൗഖ്യമാക്കി, ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഖുറാനിൽ 4 അത്ഭുതങ്ങളാണ് ഈസാ നബി പ്രവർത്തിച്ചതായിട്ട് പറയുക. ഈസാ നബി പ്രവർത്തിച്ച 1-ാമത്തെ അത്ഭുതം വളരെ രസകരമാണ്. മണ്ണിൽ നിന്ന് കിളിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് അതിന് ജീവൻ കൊടുത്തു. ആർക്കും ഒരു ഉപകാരമില്ലാത്ത കാര്യമാണ്. മണ്ണിൽ നിന്ന് കിളിയുടെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അതിന് ജീവൻ കൊടുത്ത് അതിനെ പറപ്പിച്ചു വിട്ടു എന്നാണ് 1-ാമത്തെ അത്ഭുതമായിട്ട് പറയുക. ഖുറാൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 110-ാം വാക്യം വീണ്ടും പറയുന്നു, വെള്ളപ്പാണ്ടുള്ളവനെ സൗഖ്യപ്പെടുത്തി, വെള്ളപ്പാണ്ടുള്ളയാളെ. പിന്നീടുള്ള അത്ഭുതങ്ങൾ അന്ധർക്ക് ജന്മന അന്ധനായിട്ടുള്ളവർക്ക് സൗഖ്യം നൽകി, മരിച്ചവരെ ഉയർപ്പിച്ചു. എന്നാൽ ഇതെല്ലാം ചെയ്ത് അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടിയാണ്. അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി ഒരു അടിമ എന്ന രീതിയിലാണ് ഈസാ നബി കാര്യങ്ങളെല്ലാം ചെയ്തത്. അല്ലാതെ തൻ്റെ കഴിവിനാൽ ഈസാ നബി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഖുറാനിൽ പറയുക.
ഇനി യേശുവിനോട് അടയാളം ചോദിക്കുമ്പോൾ പരസ്യ ജീവിതകാലത്ത് യേശു പറയുന്നുണ്ട്, യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നൽകപ്പെട്ടിട്ടില്ല. എന്നാൽ ഖുറാനിൽ ഈസാ നബിയുടെ അടുത്ത അടയാളവുമായിട്ട് യഹൂദന്മാർ ചെല്ലുമ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നൊരു ഭക്ഷണ തളിക ഇറക്കിത്തരണം. അങ്ങനെ ഈസാ നബി സ്വർഗത്തിൽ നിന്ന് ഒരു ഭക്ഷണ തളിക ഇവർക്ക് ഇറക്കി കൊടുക്കുകയാണ്. എന്നാലും അവർ സത്യനിഷേധികളായി എന്നെല്ലാമാണ് പറയുക. ഇത് ഖുറാൻ്റെ 5-ാം അധ്യായത്തിലെ 112 മുതൽ 115 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ് യേശു പരസ്യ ജീവിതകാലത്ത് പ്രഭാഷണം നടത്തിയത്. അത് 19-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിലാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുക. ഈസാ നബി പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ്. മാത്രമല്ല, താൻ ഇസ്രായേൽ സമുദായത്തിലേക്ക് മാത്രം, സകല ലോകത്തിൻ്റെ രക്ഷകനല്ല, ഇസ്രായേൽ സമുദായത്തിലേക്ക് മാത്രം വേണ്ടി അയക്കപ്പെട്ട ദൂതനാണെന്ന് ഖുറാൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 75-ാം വാക്യത്തിലും പറയുന്നു. ഇനി യേശു തൻ്റെ അവസാന കാലഘട്ടത്തിൽ നമുക്കറിയാം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ഇവിടെ ഈസാ നബി പറഞ്ഞതോ അത് അഹമ്മദിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ മുഹമ്മദ് നബിയെക്കുറിച്ചാണ്. എനിക്ക് ശേഷം അഹമ്മദ് എന്നുള്ള ഒരു പ്രവാചകൻ വരുമെന്ന് ഖുറാനിൽ ഈസാ നബി പറയുന്നുണ്ട്. 61-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് അഹമ്മദ് എന്ന പ്രവാചകനാണ്. അങ്ങനെ യേശു പറഞ്ഞ പരസ്യ ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ല ഖുറാനിൽ യേശുവിൻ്റേതായിട്ട് അല്ലെങ്കിൽ ഈസാ നബിയുടേതായിട്ട് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മൂന്നാമതായിട്ട് ഈശോയുടെ പീഡാസഹന കുരിശുമരണ ഉദ്ധാനം എങ്ങനെയാണെന്ന് നോക്കാം. ബൈബിളിൽ നമുക്കറിയാം ഈശോ സമസ്ത ലോകത്തിനും വേണ്ടി പാപങ്ങളുടെ മോചനത്തിനായി പീഡ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു, ഉദ്ധാനം ചെയ്തു. എന്നാൽ യേശു മരിച്ചിട്ടേ ഇല്ല, യേശുവിൻ്റെ ഉദ്ധാനം ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് ഖുറാനിൽ പറയുക. യേശുവിനെ കൊന്നിട്ടില്ല, യേശുവിനെ കുരിശിൽ തറച്ചിട്ടുമില്ല എന്ന് ഖുറാൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 157-ാം വാക്യത്തിൽ പറയുന്നു. മാത്രമല്ല, പിന്നെ എങ്ങനെയാണ് യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? തൻ്റെ ജീവിതാവസാനത്തിൽ യേശുവിനെ അള്ളാഹ് സ്വർഗത്തിലേക്ക് ഉയർത്തിയെന്ന് ഖുറാൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 158-ാം വാക്യത്തിലും പറയുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണം ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ ഈസാ നബിക്ക് സംഭവിച്ചിട്ടേ ഇല്ല. ഈസാ നബി കുരിശിൽ കൊല്ലപ്പെട്ടിട്ടില്ല. ഈസാ നബിയെ അള്ളാഹു തൻ്റെ പക്കലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ബൈബിളിൽ പറയുന്ന ഈശോയും ഖുറാനിൽ പറയുന്ന ഈസാ നബിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതും സാമ്യമില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് യേശുവിൻ്റെ മരണത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമുണ്ടായി. അത് അപ്പസ്തോല പ്രവൃത്തികളിലെല്ലാം പറയുന്നുണ്ട്. യേശു പറഞ്ഞു, എനിക്ക് ശേഷം സഹായകൻ വരും, ആ സഹായകൻ പരിശുദ്ധാത്മാവാണെന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നു. എന്നാൽ ഖുറാൻ എന്താണ് പറയുക? ഈസാ നബി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ശേഷം സഹായകൻ വരും, അത് അഹമ്മദാണ്. 61-ന്റെ 6 ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ അഹമ്മദാണ് സകലരെയും ഈ യഥാർത്ഥ സത്യ ദൈവത്തിലേക്ക് കൊണ്ടുവരിക. യേശു പറഞ്ഞത് ബൈബിളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കുമെന്നാണെങ്കിൽ, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ യേശുവിന് ശേഷം വരുന്ന സഹായകൻ അഹമ്മദ് അല്ലെങ്കിൽ മുഹമ്മദ് നബിയാണ്. ആ മുഹമ്മദ് നബിയെക്കുറിച്ചാണ് ഈസാ നബി തൻ്റെ ജീവിത കാലഘട്ടത്തിൽ പറഞ്ഞതെന്നാണ് മുസ്ലിങ്ങൾ പറയുക. ഖുറാൻ്റെ 61-ന്റെ 6. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമല്ല ഈസാ നബിയുടെ കാലശേഷം ഉണ്ടായത്, പിന്നെയോ അഹമ്മദ് എന്ന ഒരു പ്രവാചകൻ്റെ ആഗമനമാണ്. അപ്പോൾ അതും സാമ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അവസാനമായിട്ട് യേശുവിൻ്റെ 2-ാം ആഗമനം. യേശു രണ്ടാമതായിട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നു, തന്നിൽ വിശ്വസിക്കുന്നവരെ അവനോട് കൂടെ എടുക്കപ്പെടും. എന്നാൽ ഖുറാനിൽ പറയുന്നതോ, ഖുറാനിൽ യേശു അതിനുശേഷം നിത്യവിധി ഉണ്ടാവുകയും തൻ്റെ വലത്ത് ഭാഗത്തുള്ളവർക്ക് സ്വർഗവും ഇടത്ത് ഭാഗത്തുള്ളവർക്ക് നിത്യനരകവും നൽകുകയും ചെയ്യും എന്ന് ബൈബിളിൽ പറയുമ്പോൾ, ഖുറാനിൽ ഈസാ നബിയുടെ 2-ാം ആഗമനത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ഈസാ നബിയോട് അള്ളാഹു ഒരു ചോദ്യം ചോദിക്കും. എന്താണ് ചോദ്യം? നിന്നെയും മറിയത്തെയും ആരാധിക്കാൻ നീ ഇവരോട് പറഞ്ഞിരുന്നോ? അപ്പോൾ ഈസാ നബി പറയും, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നെയും എൻ്റെ മാതാവിനെയും ആരാധിക്കാൻ, പിന്നെയോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഖുറാൻ്റെ 5-ന്റെ 117 അവിടെ ഇങ്ങനെയാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ യേശുവിനെ അല്ലെങ്കിൽ ഈസാ നബിയെ ആരാധിക്കുന്നവരായി കണക്കാക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ബൈബിളിലെ യേശു ക്രിസ്തു വ്യത്യസ്തമാണ്. ഈസാ നബി ആരാധിക്കുന്ന അല്ലെങ്കിൽ മറിയത്തെ ആരാധിക്കുന്ന വ്യക്തികൾക്ക്
അള്ളാഹുവിൻ്റെ ശാപമിറങ്ങും. അതായത് ക്രൈസ്തവർക്ക് അള്ളാഹുവിൻ്റെ ശാപമിറങ്ങും. ഖുറാൻ്റെ 3:61. വീണ്ടും അവർക്ക് നിത്യനരകം കിട്ടും. അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾക്ക് നിത്യനരകം കിട്ടുമെന്ന് 19 ഖുറാൻ്റെ 19 അധ്യായം അതിൻ്റെ 86 വാക്യത്തിലും പറയുകയാണ്. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ ജനനം നോക്കി, പരസ്യജീവിതം നോക്കി, പീഡാസന കുരിശുമരണ ഉദ്ധാനം നോക്കി, വീണ്ടും യേശുവിൻ്റെ സ്വർഗാരോഹണവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും നോക്കി, 5-ാമതായിട്ട് നമ്മൾ യേശുവിൻ്റെ 2ാം ആഗമനവും നോക്കി. ഇതിൽ ഈസാ നബി യേശുവും തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള വ്യത്യാസങ്ങൾ, പ്രകടമായ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി. എന്നാൽ ഇതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം വരും. ഓക്കെ, ബൈബിളിലെ ഈസാ നബിയും യേശുവും ഖുറാനിലെ ഈസാ നബിയും വ്യത്യസ്തരാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം തീവ്രവാദികൾക്ക് ക്രൈസ്തവരോട് ഇത്ര വിദ്വേഷം, അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാൻ നടക്കുന്നത്? അതിനും ഖുറാനിൽ നിന്ന് വചനങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ക്രൈസ്തവർ സത്യനിഷേധികളാണെന്നാണ് ഖുറാൻ പറയുക. പ്രത്യേകിച്ചും അള്ളാഹു അല്ലാതെ മറിയാമിൻ്റെ മകൻ മസീഹ ആണ് അള്ളാഹു എന്ന് പറഞ്ഞവർ സത്യനിഷേധികളാണ്. ഖുറാൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 72-ാം വാക്യം. മാത്രവുമല്ല, ത്രിത്വത്തെക്കുറിച്ചുള്ള സങ്കല്പം, യേശു ദേവപുത്രനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ വ്യക്തി ശപിക്കപ്പെട്ടവനാണ്. അതുമാത്രമല്ല, ത്രിത്വവും ശപിക്കപ്പെട്ടതാണ്. അള്ളാഹു മൂവരിൽ ഒരുവൻ എന്ന് വിശ്വസിക്കുന്നവരും ശപിക്കപ്പെട്ടവർ തന്നെ. ക്രൈസ്തവർ അങ്ങനെയാണ് അവർ കണക്കാക്കുക. ഖുറാൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 73-ാം വാക്യം. വീണ്ടും അള്ളാഹുവിന് ഒരു പുത്രൻ ഉണ്ടാവുക അസാധ്യമെന്ന് ഖുറാൻ്റെ 19:35 പറയുന്നു. എന്നാൽ ബൈബിളിലുള്ള യേശു ക്രിസ്തുവിനെ ബൈബിൾ അവതരിപ്പിക്കുക ദൈവത്തിൻ്റെ പുത്രനാണ്. യോഹന്നാൻ പറയുക, ഞാൻ സുവിശേഷം എഴുതിയത് തന്നെ യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് നിങ്ങൾ വിശ്വസിച്ച് അങ്ങനെ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിനാണ്. ബൈബിളിൻ്റെ അടിസ്ഥാനം യോഹന്നാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ്. എന്നാൽ ദൈവത്തിനൊരു പുത്രൻ ഉണ്ടാവുക അസാധ്യം എന്നാണ് ഖുറാൻ 19:35 പറയുക. പക്ഷേ എന്നിട്ട് വീണ്ടും ഖുറാൻ പറഞ്ഞു, ആരെങ്കിലും യേശുവിനെ ദൈവപുത്രനായി കണക്കാക്കുന്നുവെങ്കിൽ അവർ ശപിക്കപ്പെട്ടതാണ്. അവരുടെ ശാപം എത്രയും വലുതാണെന്ന് നിങ്ങളൊന്ന് നോക്കുക. ഖുറാൻ്റെ 19:90 19-ാം അധ്യായത്തിൻ്റെ 90-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകാശം പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകരുകയും ചെയ്യുന്ന തരത്തിലുള്ള ശാപമാണ്. നോക്കണേ, ആകാശം പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകരുകയും ചെയ്യുന്ന തരത്തിലുള്ള ശപിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ യേശു ദേവപുത്രനാണ് എന്ന് പറയുന്നവർ, ഈസാ നബി ദേവപുത്രനാണെന്ന് പറയുന്നവർ എന്നാണ് ഖുറാനിൽ പറയുക. സത്യനിഷേധികൾ, അവർക്ക് നിത്യനരകമാണ് എന്നാണ് അവിടെ പറയുക. ഖുറാൻ്റെ 19:90. ഇതുകൊണ്ട് തന്നെയാണ് മുസ്ലിം തീവ്രവാദികൾ ക്രൈസ്തവരെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നത്. അവർ ശപിക്കപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ ഈ തീവ്രവാദികളുടെ എല്ലാം ഉള്ളിൽ എത്രത്തോളം കാഠിന്യമുണ്ട് എന്ന് ഈ ഖുറാൻ 19-ാം അധ്യായത്തിൻ്റെ 90-ാം വാക്യം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഖുറാൻ്റെ അഭിപ്രായത്തിൽ ഈസാ നബി ആരാണ്? ഈസാ നബിയെ പലരും യേശു ക്രിസ്തു തന്നെയാണെന്ന് പല ഖുറാൻ പഠിതാക്കളും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈസാ നബി ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ ആരാണെന്ന് നോക്കാം. വെറുമൊരു സൃഷ്ടി മാത്രമാണ്, നമ്മെപ്പോലെ, എന്നെയും നിങ്ങളെയൊക്കെ പോലെ വെറുമൊരു സൃഷ്ടി മാത്രമാണ്. അള്ളാഹു ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സൃഷ്ടി മാത്രമാണെന്നാണ് ഖുറാൻ്റെ 19-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയുക. അല്ലെങ്കിൽ സൃഷ്ടാവോ അല്ലെങ്കിൽ ആദ്യം മുതൽ ഉണ്ടായിരുന്ന വചനമോ ഒന്നുമല്ല. മാത്രവുമല്ല, ഈസാ നബി മുസ്ലിമാണ് എന്നാണ് 3-ാം അധ്യായം അതിൻ്റെ 52-ാം വാക്യത്തിൽ പറയുക. കാരണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പറഞ്ഞ് ഈസാ നബി മുസ്ലിമാണ് എന്നാണ് 3-ാം അധ്യായം 52-ാം വാക്യത്തിൽ പറയുക. പക്ഷേ യേശു തൻ്റെ ജീവിതകാലത്ത് യേശു അള്ളാഹു എന്ന ആളെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. യഹോവയും ഏകദൈവ വിശ്വാസവുമാണ് ഇസ്രായേൽ സമുദായത്തിൽ ഉണ്ടായിരുന്നത് എന്നെല്ലാം നമുക്കറിയാം. പക്ഷേ ഖുറാനിൽ പറയുന്നു ഈസാ നബി മുസ്ലിമാണ്, മാത്രമല്ല അള്ളാഹുവിൻ്റെ അടിമയാണ്. 19-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം, അള്ളാഹുവിൻ്റെ അടിമയാണ്. അതുകൊണ്ട് തന്നെ യേശു പാപമോചകനല്ല, അള്ളാഹു മാത്രമാണ് പാപം മോചിക്കുന്നത്. യേശു രക്ഷകനുമല്ല, അള്ളാഹു മാത്രമാണ് രക്ഷകൻ. പിന്നെ യേശു ആരെപ്പോലെയാണ് എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ പറയും, അല്ലെങ്കിൽ ഖുറാൻ പറയും, ആദം പോലെയുള്ള ഒരു പ്രവാചകനാണ്. 3-ാം അധ്യായം ഖുറാൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 59-ാം വാക്യം, ആദാമിനെ പോലെ ഉള്ള ഒരു പ്രവാചകനാണ്. കാരണം ആദാമും മാതാപിതാക്കളില്ലാതെ മണ്ണിൽ നിന്ന് രൂപമുണ്ടാക്കിയാണ് ആദാമിനെ ദൈവം ജീവൻ കൊടുത്ത്. അതുപോലെ കന്യകയിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ ഈസാ നബി ജനിച്ചു, പിതാവില്ലാതെ. അത്രയേ ഉള്ളൂ. വെറും ആദാമിന് തുല്യനാണ്
വെറും ആദാമിന് തുല്യനായിട്ടുള്ള ഒരാളാണ് ഈസാ നബി ഖുറാനിൽ പറയുന്നത്. എന്നാൽ യേശു അങ്ങനെയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇനി മറ്റൊരു കാര്യം കൂടി, ഈസാ നബി ഇസ്രായേൽ സമുദായത്തിലേക്ക് മാത്രമുള്ള പ്രവാചകനാണ്, സർവ്വലോകത്തിനും വേണ്ടിയുള്ള പ്രവാചകനല്ല. അത് മുഹമ്മദ് നബിയാണ്. അത് ഈസാ ഖുറാനിൽ പറയുന്നതനുസരിച്ച് ഈസാ നബി പറഞ്ഞു, എനിക്ക് ശേഷം വരുന്ന അവനാണ് സകല ലോകത്തിനും വേണ്ടിയുള്ളത്. അപ്പോൾ ഇസ്രായേലിലേക്ക് മാത്രം ചുരുങ്ങിയ വെറുമൊരു സാധാരണ നബിയാണ് ഈസാ നബി. ഖുറാൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 49-ാം വാക്യം. അപ്പോൾ ഖുറാനിലുള്ള ഈസാ നബിയെക്കുറിച്ചുള്ള സങ്കല്പം നമുക്ക് മനസ്സിലായി. അത് വളരെ കൃത്യമായിട്ട് പറയുന്നു, ക്രൈസ്തവർ ശപിക്കപ്പെട്ടവരാണ്. യേശു ദേവപുത്രൻ അല്ലെങ്കിൽ ഈസാ നബി ദേവപുത്രനാണ് എന്ന് പറയുന്നവർ ശപിക്കപ്പെട്ടവരാണ്. പിന്നെയോ ഈസാ നബി ഇസ്രായേലിലേക്ക് മാത്രമുള്ള ആദം നബിയെപ്പോലുള്ള ഒരു നബിയായിരുന്നു. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം സഹായകൻ വരും എന്ന് പറഞ്ഞു. ആ സഹായകൻ പരിശുദ്ധാത്മാവൊന്നുമല്ല, അത് മുഹമ്മദ് നബിയാണ്. ആ മുഹമ്മദിനെ പിൻചെല്ലുന്നവരാണ് സത്യവിശ്വാസികൾ. അങ്ങനെ ആ മുഹമ്മദിനെയും അല്ലെങ്കിൽ ഈ അള്ളാഹുവിനെയും ആരാധിച്ചിരുന്ന ആളായിരുന്നു യേശു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പറയുന്ന ഈസാ നബി എന്നാണ് ഖുറാനിൽ പറയുക. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, അടിസ്ഥാനപരമായി തന്നെ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ട്. മാത്രവുമല്ല, ക്രൈസ്തവർ ശപിക്കപ്പെട്ടവരാണ്. എപ്രകാരം? ആകാശം പൊട്ടിപ്പിളരുകയും ഭൂമി പിളരുകയും പർവ്വതങ്ങൾ തകരുകയും ചെയ്യുമാറ് ശപിക്കപ്പെട്ടവരാണ്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് പലപ്പോഴും സ്നേഹസംവാദം ഉൾപ്പെടെയുള്ള ഡയലോഗുകൾക്ക് നമ്മൾ പോകുന്നത്. അടിസ്ഥാനത്തിൽ തന്നെ വ്യത്യാസപ്പെട്ടിരിക്കുമ്പോൾ എങ്ങനെ ഡയലോഗ് സാധ്യമാകുമെന്ന് നമ്മൾ ചിന്തിക്കാം. കാരണം വചനം വളരെ വ്യക്തമായി പറയുന്നു, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി ഒരു നാമമേ ഉള്ളൂ, യേശു ക്രിസ്തു എന്ന ഏകനാമം. യേശു ദേവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കണം എന്നാണ് വചനം പറയുക. യേശുവിനും ശേഷം 6 നൂറ്റാണ്ട് കഴിഞ്ഞ് AD 609 മുതൽ 632 വരെ, AD 609 മുതൽ 632 വരെ കാലഘട്ടത്തിൽ മുഹമ്മദ് നബിക്ക് വെളിപ്പെട്ട ഗബ്രിയേൽ ദൂതൻ വഴി വെളിപ്പെട്ടു എന്ന് മുസ്ലിങ്ങൾ പറയുന്ന ഖുറാനിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, കാലാന്തരങ്ങൾ കഴിയുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വരും. നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ആ കാലഘട്ടത്തിലുണ്ടായ ക്രൈസ്തവരെയെല്ലാം ആകർഷിക്കുന്നതിനായി സ്വാഭാവികമായിട്ടും ഇത്തരം പ്രയോഗങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷേ നമ്മുടെ വിശ്വാസം വളരെ കൃത്യമാണ്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി ഏകനാമം മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു എന്ന നാമമാണ്.